ഹർഷ, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി എത്തിയത്. നരേന്ദ്രമോദി വന്നതും കുറേയേറെ സംഭവങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് മുൻ DGP ശ്രീലേഖ മൈൻഡ് ചെയ്യാതെ നിന്ന ആ ഒരു രംഗമാണ്. അപ്പോൾ മോദിജി വരുന്നു, മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കുന്നു, പോകാൻ നേരത്ത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അതിനെല്ലാം ഒരു വിശദീകരണവുമായി അവർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് പ്രോട്ടോക്കോളിന്റെ ഭാഗമായി ആയിരുന്നു, അതുമല്ല വിളിക്കാത്തടത്ത് പോകുന്ന പരിപാടി പണ്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മടുത്തിരിക്കുന്നു, ഇനിയില്ല, ഞാൻ ഇനി ഇടിച്ചു കയറി ചെല്ലുന്ന പരിപാടി നിർത്തി എന്ന് തന്നെയാണ് ശ്രീലേഖ പറയുന്നത്, അല്ലെ? അതെ, തീർച്ചയായിട്ടും. മേഘ പറഞ്ഞതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീലേഖയും പറഞ്ഞു വെച്ചിരുന്ന ഒരു കാര്യമുണ്ട്. മുൻ DGP ആയിരുന്ന ശ്രീലേഖ അവരിപ്പോൾ BJPയുടെ കൗൺസിലർ ആണ് എന്നുള്ളത് അവർ മറന്നു പോകുന്നു. അവരിപ്പോഴും ആ DGPയുടെ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. അവർ പറയുന്നുണ്ട് 30 വർഷത്തോളമായി ആ ഒരു സ്ഥാനത്തിരുന്നത് കൊണ്ട് എവിടേക്ക് പോകരുതെന്ന് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടങ്ങളിൽ പോകാറില്ല, വിളിച്ചാൽ മാത്രം പോകുന്നു, ക്ഷണിച്ചാൽ മാത്രം വേദിയിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇത്രയും വർഷം ശീലിച്ചത്, രാഷ്ട്രീയത്തിൽ പുതുതാണ് എന്ന്. കൃത്യമായി ഇത് തന്നെയല്ലേ ഇവരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയപ്പോൾ മറ്റു പാർട്ടിക്കാരും അവിടെയുള്ള ഏറെക്കുറെ ജനങ്ങളും പറഞ്ഞത്? ഇവരൊരു രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് പുതിയതായി വന്നൊരു വ്യക്തിയാണ്, DGP ആയിരുന്നു, പദവികളിൽ ഇരുന്ന വ്യക്തികൾ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും, അല്ലെങ്കിൽ അവർക്ക് ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് പ്രവർത്തിക്കാനും സാധിക്കുമോ എന്നുള്ള സംശയം പലപ്പോഴായി പലരും പങ്കുവച്ചപ്പോഴും ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാനും സാധാരണക്കാരിയായിരുന്നു, ആ ഒരു സ്ഥാനത്തിരുന്നു എന്നതിനേക്കാൾ ഉപരി എനിക്ക് അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. ഇന്ന് അതേ അവർ തന്നെ പറയുകയാണ്, ആ ഒരു സ്ഥാനത്തിരുന്നത് കൊണ്ട്, DGP ആയിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ മോദി വന്നപ്പോൾ മോദിയുടെ അടുത്തേക്ക് പോകാതിരുന്നത് എന്നുള്ളത്. പക്ഷെ അവർ അതിന് കൃത്യമായ ഒരു ന്യായം പറയുന്നുണ്ട്. VIP പരിപാടികളിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഗസ്റ്റായി വരുന്ന, അല്ലെങ്കിൽ VIP ആയി വരുന്ന ആളുകളുടെ അടുത്തേക്ക് പോകാതെ മാറി നിൽക്കുകയാണ് അന്നും ശീലം, ഇന്നും ശീലം. അതുകൊണ്ടാണ് പാർട്ടി നൽകിയ സീറ്റിൽ അവിടെ ഇരിപ്പുറപ്പിച്ചത്. എല്ലാവരുമായി മോദിയുമായി സംസാരിക്കുന്നു. പക്ഷെ എന്നിട്ടും ശ്രീലേഖ ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കാതെ മാറി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ന്യായങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതെ, നമുക്ക് കൃത്യമായി അറിയാം അവരുടെ ഉള്ളിൽ കൂടി കടന്നുപോയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടായ സമയം മുതൽ തിരുവനന്തപുരത്ത് വലിയ രീതിയിൽ പ്രചാരണം നടത്താൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീലേഖ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? തിരുവനന്തപുരത്ത് മുൻ DGP കൗൺസിലറായി വരുന്നു, അതിനുശേഷം വിജയിച്ചതിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആകുമെന്ന് പറയുന്നു. വിജയിച്ചതിന് ശേഷമല്ല, അവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോൾ തന്നെ പറഞ്ഞത് അതാണ്. അതിനുശേഷം നമ്മൾ ഒരു ഘട്ടത്തിൽ വിചാരിച്ചിരുന്നു ശ്രീലേഖ മേയർ ആകുമെന്ന്. അതിനുശേഷമാണ് അവർ വ്യക്തമാക്കുന്നത്, എന്നെ മേയർ ആക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്ന്. ഈ നൂലിൽ കെട്ടി ഇറക്കി എന്നൊക്കെ പറയുന്നത് പോലെ അവരെ കൊണ്ട് ഇറക്കുന്നു, പ്രചാരണം നടത്തുന്നു. തിരുവനന്തപുരത്തിന് ആദ്യ DGP ആയ വനിതാ മേയർ വരുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം, ഒരു പ്രചാരണം നടത്തുന്നു, അതിന്റെ പേരിൽ വോട്ട് പിടിക്കുന്നു. എന്നിട്ട് അവസാനം വിജയിച്ചതിന് ശേഷം അവരെ നൈസായിട്ട് ഒതുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവർ ആത്മാഭിമാനം ഉള്ളത് കൊണ്ടായിരിക്കാം പരസ്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്, എനിക്കിതിൽ അതൃപ്തിയുണ്ട്, എന്നെ പറ്റിക്കുകയായിരുന്നു, എന്നെ മേയറാക്കാമെന്ന് പറഞ്ഞ് മുൻപന്തിയിൽ നിന്ന് പ്രചാരണവും നടത്തി എന്നെ പറ്റിക്കുകയായിരുന്നു എന്നവർ നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അതൃപ്തിയുള്ള ഒരു വ്യക്തി മോദി എന്നല്ല, ഇനി ആര് വന്നാലും മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നതിൽ നമുക്ക് പ്രശ്നമൊന്നും തോന്നില്ല. കാരണം നമുക്ക് വിലയില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് അവിടെ പോയി വണങ്ങി നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബാക്കിയുള്ള നേതാക്കൾ പോലും മോദിയോട് ശ്രീലേഖ എന്ന് പറയില്ലല്ലോ, പ്രധാനമന്ത്രിയല്ലേ നിൽക്കുന്നത്, അങ്ങോട്ട് പോയി മിണ്ടുന്ന ഒരു ആ പ്രോട്ടോകോളും ഇവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ശ്രീലേഖ ഇനി വരുന്ന വർഷങ്ങളിലും 5 വർഷം എന്തായാലും കൗൺസിലറായി തുടരണമല്ലോ, BJPയുടെ തന്നെ കൗൺസിലറായി തന്നെ തുടരുകയാണ്. അപ്പോൾ ഇനി വരുന്ന 5 വർഷവും ഇങ്ങനെ BJPയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുമോ? ഇപ്പോൾ നഗരവികസനകാര്യ ബോർഡിന്റെ വോട്ടെടുപ്പിൽ ഒപ്പിടാതെ വോട്ട് അസാധുവായ കാര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഒരു പൂർണ്ണമായ അതൃപ്തിയാണ് പല കാര്യങ്ങളിലും രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷെ സാധാരണക്കാരൊക്കെ ആയിരുന്നെങ്കിൽ മോദി വരുമ്പോൾ ആ പേടി, ആ ഒരു അതൃപ്തിയും വിഷമവും ഒരു പിണക്കവും ഒക്കെ മാറ്റിവെച്ച് നേരെ മോദിയുടെ അടുത്ത് പോയി സംസാരിക്കുന്ന രീതിയിലേക്ക് വന്നേനെ. പക്ഷെ ഹർഷ പറഞ്ഞതുപോലെ ഇപ്പോഴും അധികാര കസേരയിൽ ഇരിക്കുകയാണെന്നൊരു തോന്നൽ സ്വയം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു നീക്കത്തിന് അവർ തയ്യാറായില്ല. അതെ, ഇപ്പോൾ ഇവരെ കൗൺസിലറാക്കി നിർത്തുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയാക്കിയ സമയത്തൊക്കെ തന്നെയും വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ കൂടെയുള്ള ആളുകൾ ആളെ മനസ്സിലായില്ലേ, ശ്രീലേഖയാണ്, മുൻ DGP ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന രീതിയിലേക്ക്, അല്ലാതെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി കൂടുതലും കൂടെയുള്ള ആളുകൾ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് പലയിടങ്ങളിലും വോട്ട് ചോദിക്കാൻ ചെന്നിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ മോദി വന്നു, മോദി വന്നാൽ എന്താ, അതിനിപ്പോ എന്താ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് യഥാർത്ഥത്തിൽ ശ്രീലേഖ എടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്ക് പറയാൻ സംശയം തോന്നുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇനി
മാധ്യമങ്ങളിലൂടെ പുറത്തു വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു CPM നേതാവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെയോ കാണുമ്പോൾ ആർ ശ്രീലേഖ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന വാർത്തകൾ ആർ ശ്രീലേഖ BJP-യുമായി വഴക്കിട്ടു, BJP-യിൽ നിന്നും പിണങ്ങി മറ്റു പാർട്ടികളിലേക്ക് പോകുന്നു, ഒരുപക്ഷെ LDF മുന്നണിയിലേക്ക് ചേക്കേറാൻ പോകുന്നു, അല്ലെങ്കിൽ UDF മുന്നണിയിലേക്ക് ചേക്കേറാൻ പോകുന്നു. പറയാൻ സാധിക്കില്ല. കാരണം തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലൊരു അധികാരം നൽകാമെന്ന് മോഹിപ്പിച്ചുകൊണ്ട് അധികാരം കാണിച്ച് വാഗ്ദാനം നൽകിക്കൊണ്ട് മത്സരിപ്പിക്കുകയും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ശ്രീലേഖയുടെ തലയിലായതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ടിരുന്നത്. എല്ലാത്തിനും ഏതൊരു പ്രശ്നം വന്നാലും ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊരു സംസാരം വന്നാലും ആദ്യം ശ്രീലേഖ മുൻപിലുണ്ടാകുമായിരുന്നു BJP-ക്ക് വേണ്ടി സംസാരിക്കാൻ. അതിനുശേഷം എല്ലാം കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ഈ പറയുന്ന ശ്രീലേഖയെ മാറ്റി നിർത്തിക്കൊണ്ട് VV രാജേഷിനെ ആ ഒരു സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്തപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അതൃപ്തി, സ്വാഭാവികമായി ഉണ്ടാകുന്ന ചെറിയൊരു കുശുമ്പ്, അധികാരം ഉണ്ടായിരുന്ന വ്യക്തിയിൽ നിന്നും അധികാരം നഷ്ടപ്പെട്ട് തനിക്ക് മുകളിൽ മറ്റാരൊക്കെയോ വന്നിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഇപ്പോൾ അവർ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ ശ്രീലേഖ മേയർ ആകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നെ VV രാജേഷ് മേയർ ആകുമെന്ന് പറഞ്ഞപ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനം അവർക്ക് കൊടുക്കുമെന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു. അവിടെയും തകിടം മറിച്ചുകൊണ്ടാണ് ശ്രീമതി ആശാനാഥിനെ ഡെപ്യൂട്ടി മേയർ ആക്കുന്നത്. അതും അവർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും എത്തിയിരുന്നില്ല. അതെ, അവിടെയും തീർന്നില്ല എന്നുള്ളതാണ് ശ്രീലേഖയെ പറ്റിക്കുന്ന BJP-യുടെ നീക്കങ്ങൾ. അതിനുശേഷം വട്ടിയൂർക്കാവിൽ ശ്രീലേഖ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ള വാർത്തകൾ വന്നു. പക്ഷെ അപ്പോഴേക്കും ശ്രീലേഖയ്ക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിരുന്നു. കാരണം അവർ കൃത്യമായി പറയുന്നുണ്ട്, രാഷ്ട്രീയക്കാർക്കില്ലാത്ത ചില സ്വഭാവ ഗുണങ്ങൾ തനിക്കുണ്ട് എന്നവർ കൃത്യമായി തുറന്നു പറയുന്ന ഒരു സാഹചര്യം. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും രാഷ്ട്രീയക്കാർക്കുള്ള എന്തോ ഒന്ന് ഇവർക്ക് പിടിച്ചിട്ടില്ല എന്നുള്ളത്. നിയമസഭാ സീറ്റ് നൽകാമെന്ന് മോഹിപ്പിച്ചു, അതിൽ അവർ വീണില്ല. കാരണം അവർക്കറിയാം അതും വാഗ്ദാനം മാത്രമാണ്, അതും സ്വപ്നം കണ്ട് നടന്നാൽ ഇപ്പോൾ കയ്യിലിരിക്കുന്ന അധികാരം പോലും ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ബോധ്യം കൊണ്ടായിരിക്കണം അവർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇനി ഒരു 5 വർഷങ്ങൾക്കപ്പുറം ഇനി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ആർ ശ്രീലേഖ BJP-യിൽ തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ BJP-യിൽ നിന്ന് തന്നെ ആയിരിക്കുമോ മത്സരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴേ തന്നെ സംശയത്തിലേക്ക് പോകുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരം സെലിബ്രിറ്റികളുടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെല്ലാം ചെറുതിലെ മുതൽ BJP അനുഭാവികളായ വ്യക്തികളൊന്നും ആയിരുന്നില്ല. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വ്യക്തികളാണ്. അപ്പോൾ ഇതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള സാധ്യതയും അവിടെ കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി വരും വർഷങ്ങളിൽ ഇപ്പൊ 5 വർഷം കഴിയണമെന്നില്ല, ഇതിനുള്ളിൽ തന്നെ കോൺഗ്രസിലേക്കോ CPM-ലേക്കോ പോകണം എന്നുള്ള ചിന്ത അവർക്ക് തോന്നാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. അതെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നരേന്ദ്രമോദി വന്ന വേദിയിൽ ഒരുപാട് സംഭവ ബഹുലമായ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് VV രാജേഷുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു, പലരുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു. പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ LDF-നെ കുറ്റം പറയുന്ന നിലയിലേക്ക് മോദിയുടെ നീക്കങ്ങൾ, സംസാരങ്ങൾ, പ്രസംഗങ്ങൾ മാറുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ആർ ശ്രീലേഖയുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നു. ഇപ്പോൾ ആർ ശ്രീലേഖ ഇതിന് കൃത്യമായ ഒരു ഉത്തരം നൽകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ പറയുന്നത് 33 വർഷം പരിശീലിച്ചതും ചെയ്തതും പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത്രയും വർഷം പോലീസ് ഉദ്യോഗസ്ഥയായിരുന്ന അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ഥാനത്തിരുന്ന വ്യക്തി എങ്ങനെയാണ് ജനപ്രതിനിധിയായി വരാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യം അന്നേ ഉയർന്നിരുന്നു. പക്ഷേ അന്ന് നിഷേധിച്ചിരുന്ന ശ്രീലേഖ ഇന്ന് അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷണിച്ചാലല്ലാതെ പോകരുതെന്നുള്ള പരിശീലനം ലഭിച്ചത് കൊണ്ടാണ് സ്വന്തം ഇരിപ്പിടത്തിൽ ഇരുന്നതെന്നും ഇത് അച്ചടക്കത്തിന്റെ ഭാഗമാണെന്നുമാണ് ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി എത്തിയ വേദിയിൽ ഇരിപ്പിടം ലഭിച്ചത് സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണ്. തനിക്ക് രാഷ്ട്രീയം പുതിയതാണ്, 33 വർഷം പരിശീലിച്ചതും ചെയ്തതും പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു. വളരെയധികം VVIP ഡ്യൂട്ടികൾ ചെയ്തതുകൊണ്ട് തനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും ശ്രീലേഖ പറയുന്നു. ഇവിടെ നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. ഈ പറയുന്ന ബാക്കിയുള്ള മോദിയുമായി കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുത്തവരും സംസാരിച്ചവരും വേദി പങ്കിട്ടവരും എല്ലാം തന്നെയും അച്ചടക്കമില്ലാത്തവരായിരുന്നോ? അതുകൊണ്ടാണോ ശ്രീലേഖ അങ്ങനെ ഒരു കാര്യം എടുത്തു പറഞ്ഞത്? ഇപ്പോൾ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കൂടുതൽ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീലേഖ എന്ന് പറയേണ്ടി വരും. എന്തായാലും BJP-ക്ക് വലിയ രീതിയിലുള്ളൊരു തൃപ്തിയൊന്നും ഇപ്പോഴത്തെ നീക്കങ്ങളിൽ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. വരുന്ന ദിവസങ്ങളിൽ ശ്രീലേഖയുടെ പുതിയ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ഇന്റർവ്യൂ ഇറങ്ങുന്നു. അതിന് പിന്നാലെ BJP-യെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന പല കാര്യങ്ങൾ വരുന്നു. ഇപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. ഇതൊരു തുടർക്കഥയാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരുമെന്നുള്ളതാണ്.